വൈകുന്നേരം 7:30 പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. തന്റെ മാതാപിതാക്കളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ കോൾ വിളിച്ചത്. അടുത്ത ദിവസം രാവിലെ തന്നെ തങ്ങൾ ആ വീട്ടിലേക്ക് എത്തിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വീട്ടിലെ അഡ്രസ്സും മറ്റും എഴുതിയെടുത്ത് ഫോൺ അറ്റൻഡ് ചെയ്ത പോലീസുകാരൻ ആ കോൾ കട്ട് ചെയ്തു. അടുത്ത ദിവസം രാവിലെ അവർ ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് എത്തി. അവൻ വളരെ പരിഭ്രാന്തനായിരുന്നു, വളരെ വിഷമിച്ചായിരുന്നു അവൻ നിന്നിരുന്നത്. പോലീസ് വിശദമായിട്ട് അവന്റെ മൊഴിയെടുത്തു. അവൻ കൃത്യമായിട്ട് അവൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. തൻ്റെ മാതാപിതാക്കൾ സ്ഥിരമായിട്ട് ഇതുപോലെ ട്രിപ്പിന് പോകാറുള്ളതാണെന്നും എന്നാൽ 2-3 ദിവസത്തിൽ കൂടുതൽ അവർ വൈകാറില്ലെന്നും അവൻ പറഞ്ഞു. പോലീസ് ആ വീട് മുഴുവൻ അരിച്ചു പറക്കി. സംശയാസ്പദമായി ഒന്നും തന്നെ അവരെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തില്ല. എങ്കിലും എന്താണ് ഇതിന്റെ പിന്നിലെ സത്യമെന്നറിയാൻ അവർ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഒരു തെളിവ് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അവർ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ആ ഫോൺ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. പോലീസിന് വലിയൊരു തലവേദനയായി മാറി ഈ കേസ്. കാരണം നിരന്തരം ആ ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതിപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസിന് തുമ്പൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കേസ് അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. എങ്കിലും അവസാന ശ്രമം എന്നോണം ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മടിയനായ ഉദ്യോഗസ്ഥനെ ഈ കേസ് ഏൽപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ഈ ഉദ്യോഗസ്ഥനാണ് ആ സ്റ്റേഷനിലെ ഏറ്റവും ബുദ്ധിമാനായ ആൾ. അദ്ദേഹത്തിന് ഒരു കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കണ്ടുപിടിച്ച് ബാക്കിയുള്ള ദിവസം പണിയില്ലാതെ ഇരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഹോബിയാണ്. ഡേവിഡ് എന്നായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ പേര്. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ചോദിച്ചറിഞ്ഞ ഡേവിഡ് ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ആകെ അവൻ പരിശോധിച്ചു. ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്തു. ഡേവിഡ് തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അതിനുശേഷം മേലുദ്യോഗസ്ഥനോട് ഒരു കാര്യം പറഞ്ഞു. സാർ, ഒരു 4 ദിവസത്തിനുള്ളിൽ കേസ് ഞാൻ തെളിയിച്ചു തരാം. 4 ദിവസമൊന്നും വേണമെന്നില്ല, 2 ദിവസം കൊണ്ട് തന്നെ തെളിയിച്ചേക്കാം. മേലുദ്യോഗസ്ഥന് വളരെയധികം അത്ഭുതം തോന്നി. ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ തെളിയിക്കാത്ത കേസ് നീ 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് തെളിയിക്കുക എന്ന് ചോദിച്ചു. അതൊക്കെ സാർ എനിക്ക് വിട്ടേക്കൂ എന്ന് പറഞ്ഞ് ഡേവിഡ് തൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടന്നു. 2 ദിവസം കഴിഞ്ഞ് ഡേവിഡ് ഒരു ഫയലുമായി ആ ഓഫീസിലേക്ക് മടങ്ങിയെത്തി. അതിനുശേഷം ഡേവിഡ് മേലുദ്യോഗസ്ഥനോട് പറഞ്ഞു, സാർ, കേസ് ഞാൻ കണ്ടുപിടിച്ചു. ആ മാതാപിതാക്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവരെ ആ മകൻ തന്നെയാണ് കൊന്നത്. മേലുദ്യോഗസ്ഥനും പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. ഒരു മകൻ എന്തിന് തൻ്റെ മാതാപിതാക്കളെ കൊല്ലണം? അല്ലെങ്കിൽ തന്നെ കൊന്നെങ്കിൽ അവൻ എന്തിന് നമ്മളോട് വിളിച്ച് അതിന്റെ പരാതി പറയണം? ഡേവിഡ് മേലുദ്യോഗസ്ഥനോട് പറഞ്ഞു, സാർ, ധൈര്യമായി അവനെ അറസ്റ്റ് ചെയ്യൂ. അവനോട് ചോദ്യം ചോദിച്ചാൽ അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. പിന്നെ വൈകിയില്ല, ഡേവിഡിൽ വിശ്വാസ്യത അർപ്പിച്ച് പോലീസ് ആ മകനെ അറസ്റ്റ് ചെയ്തു. നിരന്തരമായ ചോദ്യം ചെയ്യലിനൊടുവിൽ അവൻ സത്യം തുറന്നു പറഞ്ഞു. അവൻ തന്നെയാണ് അവന്റെ മാതാപിതാക്കളെ കൊന്നത് എന്ന സത്യം. പക്ഷെ എങ്ങനെ, എന്തിന് എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. അതിന്റെ ഉത്തരം ഡേവിഡ് തന്നെ അവരോട് പറയാൻ തുടങ്ങി. അന്വേഷണത്തിന്റെ 1-ാമത്തെ ദിവസം ഡേവിഡ് ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് എത്തി. അവിടെയുള്ള എല്ലാ വസ്തുക്കളും അവൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു ടെൻഷൻ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ഡേവിഡ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് അവന്റെ മാതാപിതാക്കളെ കാണാതെ പോയാലുള്ള ദുഃഖമാകും എന്നാണ് ഡേവിഡ് ആദ്യം വിചാരിച്ചത്. പിന്നീട് ഡേവിഡ് അവനോട് മാതാപിതാക്കളെ കുറിച്ച് വിശദമായി ചോദിച്ചു. മാതാപിതാക്കൾ സാധാരണ പുറത്തു പോകുന്നത് ഒരു കാറിലായിരുന്നു. ആ കാർ പോർച്ചിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. എന്നാണ് ആ കാർ അവസാനമായി എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ഉത്തരം ഓഗസ്റ്റ് 12-നാണ് എന്നായിരുന്നു. ആ പറഞ്ഞതിൽ എന്തോ ഒരു വശപ്പിശക് തോന്നിയ ഡേവിഡ് ആ കാർ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനായിട്ട് തുടങ്ങി. പരിശോധിച്ച ഡേവിഡ് കണ്ടെത്തിയ ഒരു കാര്യം വളരെ വിചിത്രമായിരുന്നു. ആ കാറിന്റെ ടയറിൽ ചെളി പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ടയറിൽ ചെളി പറ്റിപ്പിടിക്കണമെങ്കിൽ ആ കാർ റോഡിന് പുറത്തേക്ക് ഓടിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ മഴ പെയ്ത ദിവസമായിരിക്കണം അത് ഓടിച്ചിരിക്കുന്നത് എന്ന് ഡേവിഡ് മനസ്സിലാക്കി. ഓഗസ്റ്റ് 12-ന് മുമ്പ് മഴ പെയ്തിട്ടേ ഇല്ല. പക്ഷേ ഓഗസ്റ്റ് 14-ന് കൃത്യമായി മഴ പെയ്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഓഗസ്റ്റ് 14-ന് ആ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് എന്ന് ഡേവിഡിന് മനസ്സിലായി. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി മനസ്സിലായി. ഈ യുവാവ് പറയുന്നതെല്ലാം തന്നെ കള്ളമാണ്. വളരെ അവിചാരിതമായ ആ വാഹനത്തിന്റെ വശത്ത് നിന്നും ടയറിൽ നിന്നുമൊക്കെ ചിലതരം പൂവ് അദ്ദേഹത്തിന് കിട്ടാനായിട്ട് തുടങ്ങി. ആ പൂവ് ആ ചെറുപ്പക്കാരന്റെ വീട്ടിലെ പൂന്തോട്ടത്തിലുള്ളതാണോ എന്ന് ആ പോലീസുകാരൻ പരിശോധിച്ചു. പക്ഷേ അത് അവിടെങ്ങും ഉള്ളതായിരുന്നില്ല. അദ്ദേഹം ആ പൂക്കളും കൊണ്ട് അവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. പൂക്കളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു പ്രൊഫസറെ കാണാനായിരുന്നു ആ യാത്ര. പ്രൊഫസർ ഈ പൂവ് കണ്ട് വളരെയധികം ഞെട്ടിപ്പോയി. കാരണം ആ പൂക്കൾ കാണപ്പെടുന്നത് ഏകദേശം 200 കിലോമീറ്റർ അകലെ ദൂരമുള്ള ഡെത്ത് വാലിയിൽ എന്ന സ്ഥലത്തായിരുന്നു.
ഈ ഡെത്ത് വാലിയിൽ പണ്ട് മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. അവിടെ വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായതിനു ശേഷം അവിടെ ആരും ഇപ്പോൾ താമസിക്കാറില്ല. അവിടെ മനുഷ്യരാരും പോകാറുമില്ല. അവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം മരത്തിലാണ് ഈ ഒരു പൂ ഉണ്ടാകുന്നത്. ഈ പ്രൊഫസറിൽ നിന്ന് ഈ ഒരു ഉത്തരം കേട്ട പോലീസുകാരനും അത്ഭുതം തോന്നി. ഇത്രയും ദൂരത്തേക്ക് ഈ മഴയുള്ള ദിവസം എന്തിനായിരിക്കും ഇവൻ ഈ കാർ ഓടിച്ചു പോയത്? ആ സംശയത്തിൽ നിന്നാണ് അവൻ തന്നെയാണ് അവന്റെ മാതാപിതാക്കളെ കൊന്നതെന്നും ഡെത്ത് വാലിയിലാണ് അവരെ കുഴിച്ചിട്ടത് എന്നൊരു നിഗമനത്തിലും ഈ പോലീസുകാരൻ എത്തുന്നത്. തന്റെ മാതാപിതാക്കളെ വിഷം കൊടുത്ത് കൊന്ന ശേഷം ആ കാറിലാക്കി ചാക്കിൽ കെട്ടി അവൻ ഡെത്ത് വാലിയിൽ കൊണ്ടുപോയി മറവ് ചെയ്യുകയായിരുന്നു. പക്ഷേ എന്തിന് എന്ന ചോദ്യം പോലീസിന്റെ മുമ്പിൽ ബാക്കിയായിരുന്നു. അതിനവൻ പറഞ്ഞ ഉത്തരം വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അതായത് ഇവൻ അവരുടെ ദത്തുപുത്രനായിരുന്നു അത്രേ. മരണശേഷം അവരുടെ സ്വത്തിന്റെ പകുതിയും അവർ അനാഥാലയത്തിന് എഴുതി വെച്ചിരുന്നു. ബാക്കി സ്വത്ത് ഈ മകന്റെ പേരിലായിരുന്നു എഴുതി വെച്ചിരുന്നത്. എന്നാൽ ഇത് മുഴുവനും കിട്ടാത്തതിന്റെ പക കൊണ്ടാണത്രേ ഇവനത് ചെയ്തത്. ഒരു ക്രൈം നടന്ന സ്ഥലത്ത് നിന്നും നമുക്ക് കിട്ടുന്ന ഓരോ തെളിവുകളും ആ ക്രൈമിന്റെ പിന്നിലെ യഥാർത്ഥ കഥ അറിയാനുള്ള തെളിവുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഡേവിഡിന് ഏറ്റവും വേഗത്തിൽ ആ കേസ് തെളിയിക്കാനായത്.